ഒരു കസ്റ്റമറിന് വേണ്ടിയുള്ള കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ 4 കളർ ഷെയ്ഡിലുള്ള ത്രെഡാണ് എടുക്കുന്നത്. ഫ്ലവേഴ്സ് പല ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ലീഫ് വർക്ക് ചെയ്യാനായിട്ട് ഗ്രീൻ്റെ 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻബോ കട്ട് ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 8 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 16 സ്റ്റാൻഡ്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലവർ ചെയ്യാനായിട്ട് സർക്കിളിൻ്റെ കുറച്ചകത്ത് നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. എന്നിട്ട് നീഡിലേക്ക് 2 തവണ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് താഴ്ത്തുമ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ ബോർഡറിൽ വേണം താഴ്ത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് റിംഗ് നോട്ടാണ്. അപ്പം ഇത് കുറച്ച് വലിയ ഫ്ലവർ ആയതുകൊണ്ട് ആദ്യം ഔട്ടർ ലെയർ ഫില്ല് ചെയ്യുക, എന്നിട്ട് ഇൻസൈഡ് ഫില്ല് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നമുക്കിവിടെ വലിയ ഫ്ലവേഴ്സും ഉണ്ട്, ചെറിയ ഫ്ലവേഴ്സും ഉണ്ട്. ചില ഫ്ലവേഴ്സിന് 2 റോ മതിയാവും, ചിലതിന് 3 റോ വേണ്ടി വരും. അപ്പോൾ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ ക്രവൽ നീഡിൽ 5 ആണ്. ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഇതുപോലത്തെ സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് വേണം സിൽക്ക് ത്രെഡിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് ചെറിയൊരു സർക്കിൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കണമെന്നില്ല, അപ്പം ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് സർക്കിൾ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 പെറ്റലിൻ്റെ നടുക്കായിട്ട് വേണം നീഡിലെടുക്കാനായിട്ട്. വീണ്ടും അത് ഇൻസൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി 4 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിലെടുക്കാൻ. ആദ്യം നമ്മളൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നീഡിലൊന്ന് താഴ്ത്തി കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് ഇത് കണ്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നീഡിൽ താഴ്ത്തി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫുൾ ത്രെഡും വലിക്കാൻ പാടില്ല. ഫുൾ വലിക്കാതെ ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും നീഡിൽ ഇതുപോലെ എടുക്കുവാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ആ ലൂപ്പ് നമുക്ക് ആ നീഡിലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വലിക്കുവാണ് കേട്ടോ ചെയ്യേണ്ടത്. വലിച്ച ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ലീഫ് വർക്ക് ചെയ്യുന്നത്.
ഇനി ഈ നടുക്കത്തെ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നീഡിലേക്ക് ഒരു റൗണ്ട് ബീഡ് 6 കട്ട് ബീഡ്, ഒരു റൗണ്ട് ബീഡ് 6 കട്ട് ബീഡ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആരി നീഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണ് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്ലോത്തിൻ്റെ കളർ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ റൗണ്ട് ബീഡും എടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഓരോ ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ റൗണ്ട് ബീഡ് വയ്ക്കാം, അതും അല്ലെങ്കിൽ പേൾസ് വയ്ക്കാം, സ്റ്റോൺസ് വയ്ക്കാം. ഇപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സ്പേസ് വന്ന പോർഷനിലും കൂടെ ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അതും അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആ ബീഡ്സൊക്കെ വേണമെങ്കിൽ 1-2 തവണ ഒന്ന് നോട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബീഡ്സ് ഇളകി പോകാതൊക്കെ ഇരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വർക്ക് ഒന്നും കൂടെ പെർഫെക്ഷൻ ആകുന്നതാണ് കേട്ടോ. പലരും നമ്മുടെ ഡിസൈൻസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പലരും ചെയ്യുന്ന വർക്കുകളുടെ. അപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റിച്ചസ് അല്ലാതെ വരെ ഓരോരുത്തരും ട്രൈ ചെയ്തിട്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ ഡിസൈൻസ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പലർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ട വരും, എന്നാലും ബിഗിനേഴ്സൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ത്രെഡും ബീഡ്സും വെച്ചിട്ട് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.